നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിജിലൻസ് അന്വേഷണം കാറ്റിൽ പറത്തി അജിത് കുമാറിനെ DGP ആക്കാൻ നീക്കം തുടങ്ങി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണം തുടരുന്ന ADGP അജിത് കുമാറിനെ DGP ആയി നിയമിക്കാൻ നീക്കം. IPS സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്നാണ് അജിത് കുമാറിനെ DGP ആയി പ്രൊമോഷൻ നൽകാൻ ഒരുങ്ങുന്നത്. ഇന്നലെ ചേർന്ന IPS സ്ക്രീനിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ ചീഫ് സെക്രട്ടറി, DGP ദർവേഷ് സാഹിബ്, ഹോം സെക്രട്ടറി, വിജിലൻസ് ഡയറക്ടർ എന്നിവർ സർവീസ് പ്രൊമോഷന് അനുമതി നൽകി. പ്രത്യേക കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ജൂലൈയിൽ ഒഴിവ് വരുന്ന സാഹചര്യം കണക്കിലെടുത്താകും അജിത് കുമാറിനെ സർവീസ് പ്രൊമോഷൻ നൽകി DGP ആയി നിയമിക്കുക. വിജിലൻസ് അന്വേഷണം തുടരുന്ന സാഹചര്യത്തിലും ഒഫീഷ്യൽ പ്രൊമോഷൻ നൽകുന്നതിൽ തടസ്സമില്ലെന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ന്യായീകരണം നൽകുകയായിരുന്നു. സസ്പെൻഷനിൽ തുടരുകയോ കേസിൽ ചാർജ് ഷീറ്റ് നൽകുകയോ അതുമല്ലെങ്കിൽ അച്ചടക്ക ലംഘനത്തിന് മെമ്മോ നൽകാത്ത സാഹചര്യത്തിൽ DGP ആയി സ്ഥാനക്കയറ്റം നൽകുന്നതിന് തടസ്സമില്ല എന്നതായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ വാദം. അജിത് കുമാറിനെതിരായ സ്വത്ത് സമ്പാദന കേസിലെ പ്രാഥമിക അന്വേഷണം കേസ് രജിസ്റ്ററായി സബ്മിഷൻ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടില്ലെന്നായിരുന്നു വിജിലൻസ് ഡയറക്ടർ നൽകിയ കൺഫർമേഷൻ. തൃശൂർ പൂരം തടസ്സപ്പെടുത്തൽ, RSS നേതാക്കളുമായി രഹസ്യയോഗം ചേരൽ, നിലവിലെ വരുമാനം മറച്ചുവെച്ച് അനധികൃതമായി സ്വത്ത് സമ്പാദിക്കൽ എന്നിങ്ങനെ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കെ പ്രാഥമിക അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിലും ധൃതി പിടിച്ച് സ്ഥാനക്കയറ്റം നൽകാനുള്ള നീക്കത്തിലാണ് IAS തലപ്പത്തുള്ളവർ. കഴിഞ്ഞ ആഴ്ച വിജിലൻസ് വകുപ്പ് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി വിശദമായ സാക്ഷിമൊഴി അജിത് കുമാറിൽ നിന്നും ശേഖരിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ഡയറക്ടർ അടക്കം യോഗം ചേർന്ന അജിത് കുമാറിനെ DGP ആയി സ്ഥാനക്കയറ്റം നൽകാനൊരുങ്ങുന്നത്. DGP ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നത് സ്വകാര്യ ആവശ്യത്തിന് അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ്. ഈ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി അടുത്തിടെ നിയമസഭയിൽ അവതരിപ്പിച്ചത്. മാത്രമല്ല, ഇതിൽ സർവീസ് പ്രോട്ടോകോൾ പ്രകാരം വയലേഷൻ നടന്നിട്ടില്ലെന്നും പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു വ്യാജ റിപ്പോർട്ട് DGP തയ്യാറാക്കിയത് എന്തിനെന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാവുകയാണ്.